എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇലക്ഷൻ റിസൾട്ടൊക്കെ കണ്ട് ചില ആൾക്കാർ ഭയങ്കര അധികം സന്തോഷിച്ചിരിക്കുകയായിരിക്കും, ചില ആൾക്കാർ കുറച്ച് സന്തോഷിച്ചിരിക്കുകയായിരിക്കും, ചില ആൾക്കാർ തീരെ സന്തോഷമില്ലാതെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അടുത്ത തവണ നോക്കാം എന്ന് പറഞ്ഞിരിക്കുമായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ ഇന്ന് ഒന്നടങ്കം ഈ റിസൾട്ട് വന്ന സമയത്ത് അന്വേഷിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ദ വൺ ആൻഡ് ഓൺലി പേഴ്സൺ അഖിൽ മാരാർ. മാരാറുടെ റിസൾട്ട് എന്തായി, ഇത് ആരായിരിക്കും വായിക്കുക എന്നൊക്കെ ആയിരിക്കും സോഷ്യൽ മീഡിയ ഒന്നടങ്കം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒടുവിൽ മാരാറുടെ റിസൾട്ടും അനൗൺസ് ചെയ്തു. മറ്റാരുമല്ല അനൗൺസ് ചെയ്തത്, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ തന്നെ. മാരാറുടെ വെല്ലുവിളിയായിരുന്നു റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനെ കൊണ്ട് എൻ്റെ റിസൾട്ട് ഞാൻ വായിപ്പിക്കും എന്നുള്ളത്. ഇത് എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അരുൺകുമാർ തന്നെ ആ റിസൾട്ട് വായിച്ചു. നമുക്കെന്തായാലും മാരാറുടെ ആ വെല്ലുവിളി ആദ്യം ഒന്ന് കേൾക്കാം അല്ലേ. വായിപ്പിക്കും എന്ന് പറയുന്ന വെല്ലുവിളി ഒന്ന് കണ്ടു നോക്കാം, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാവപ്പെട്ട സുരേഷ് ഗോപിയും കൂടി അടുത്ത് നിർത്തിക്കൊണ്ടാണ് മാരാർ ഇത് പറയുന്നത്. മത്സരമാണ്, ജയവും തോൽവിയൊക്കെ ഉണ്ടാവും, പക്ഷേ കോൺഫിഡൻസ് ആവാം. ഈ ഓവർ കോൺഫിഡൻസ് ആണ് നമ്മളെ പലപ്പോഴും കുഴികളിൽ കൊണ്ട് ചാടിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ, ഈ ഒരു വെല്ലുവിളി വന്നപ്പോൾ തന്നെ ഉറപ്പിച്ചു, തീരുമാനമായി. അതിനുശേഷമാണ് മാരാർ മറ്റേ പ്രഗ്നൻസി വളരെ ഈസിയാണ്, പണ്ട് സ്ത്രീകൾ വളരെ ലാഘവത്തോടെ ചെയ്തിരുന്നൊരു കാര്യം ഇന്ന് ഹോസ്പിറ്റലുകാർ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവനയ്ക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആരാരുടെ ആ ഒരു വെല്ലുവിളി പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം. ഇത് ശരിക്കും ഇലക്ഷൻ്റെ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതിനകത്ത് നല്ലതും ചീത്തയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാരാറുടെ ആ ഒരു വീഡിയോ കാണാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൽ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എല്ലാ കാലത്തും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജിനൊരു റിപ്ലൈ പോലും തന്നില്ലെങ്കിലും ആ നിമിഷം തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കും. അടുത്ത് നിർത്തിക്കൊണ്ട് പറയാ, മെസ്സേജിനൊരു റിപ്ലൈ പോലും തന്നില്ലെങ്കിലും. അപ്പം റിപ്ലൈ ഒന്നും സുരേഷ് ഗോപി കൊടുക്കാറില്ല എന്നാണ് മാരാർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനെ കൊണ്ട് ഞാൻ 10,000 വോട്ടുകൾക്ക് മുന്നിലായിരിക്കും എന്ന് പറയിപ്പിക്കും എന്നാണ് മാരാർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അരുൺകുമാർ അത് പറഞ്ഞോ എന്നുള്ളത്. ശരിക്കും ആ ഒരു പോർഷൻ നമ്മളത് കേട്ടു നോക്കണം. എത്ര രസകരമായിട്ടാണ് മാരാറുടെ ആ ഒരു വോട്ടിൻ്റെ നിലയും ഒക്കെ അവതരിപ്പിക്കുന്നത്. കേട്ടു നോക്കാം. ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കും. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാറിനെ ഒന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ, ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ഇതുപോലൊരു സ്വപ്നങ്ങളിൽ മാത്രം ചോദിച്ചു വാങ്ങിയതല്ലേ. എത്രയോ പേര് മത്സരത്തിനിറങ്ങി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനിറങ്ങി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രോൾ വാങ്ങിച്ചു കൂട്ടിയ 3 പേരെന്ന് പറയുന്നത് 1 അഖിൽ മാരാറാണ്, 2 അഞ്ജലിയാണ്, 3 റോബിനാണ്, 4 പേരുണ്ട്. 4ാമത്തത് ആതിരയാണ്. ഇവർ 4 പേരുമാണ്. ഇവർ 4 പേരും ഒരേ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് മത്സരിക്കാൻ ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിലാണ്. ബിഗ് ബോസിൽ മത്സരിക്കുന്ന ലാഘവത്തോടെ കണ്ടതുകൊണ്ടാണ് അഖിൽ മാരാർക്ക് ഈ പണി കിട്ടിയത്. എല്ലാം എൻ്റെ കാൽക്കീഴിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മത്സരിക്കാൻ ഇറങ്ങി. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങി. ആ സമയത്ത് പറഞ്ഞത് മുഴുവൻ മണ്ടത്തരങ്ങളായിരുന്നു. അത് എല്ലാവരും, ഒരാളുടെ കാര്യമല്ല, ഈ 4 പേരും. ഒരാൾ പറയുന്നു ചക്ക പൊളിച്ച താമരയെ കാണാൻ പറ്റുമെന്ന് പറയുന്നു, മറ്റേ ആൾ അടുത്ത പാർട്ടിക്കാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നു, 3ാമത്തെ ആൾ വേറെ എന്തൊക്കെയോ പറയുന്നു, മാരാർ ഇങ്ങനെയും പറയുന്നു. എന്നാൽ രമേശ് പിഷാരുടെ അടുത്ത് നോക്കി, എന്ത് രസമായിട്ട് ആൾ സംസാരിക്കുന്നത്, എന്ത് പക്വമായിട്ട് സംസാരിക്കുന്നു. ഇതുപോലെ ഓരോ ആൾക്കാരും. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെൻ്റ് ചെയ്തല്ല സംസാരിക്കുന്നത്. പക്ഷെ നമ്മളൊരു പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണം. ചുമ്മാ വിടുവായത്രം പറഞ്ഞു നടക്കുന്ന ഒരാളാവരുത് നമ്മളെ ഭരിക്കേണ്ടത്. നമ്മളെ ഭരിക്കുകയല്ല അവർ ചെയ്യേണ്ടത്. രമേശ് പിഷാരുടെ ഇന്ന് ജയിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ട്, ജനങ്ങൾ നമ്മളെ അടിമകളല്ല, നമ്മൾ അവരുടെ ജോലിക്കാരാവണം. അങ്ങനെയാണ് രമേശ് പിഷാരടി പറഞ്ഞു കേട്ടത്. അങ്ങനെ ആവണം ഓരോ രാഷ്ട്രീയക്കാരനും. അല്ലാണ്ട് ജനങ്ങളൊരു ആവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു പക്വമായിട്ടുള്ള ഒരു പെരുമാറ്റം ആയിരിക്കില്ല
ജയിച്ചു കഴിഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ അവിടെയാണ് പാളിപ്പോകുന്നത്. പിന്നെ ഓരോ രാഷ്ട്രീയക്കാരനും സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി ആവരുത് ഭരിക്കാൻ ഇറങ്ങുന്നത്. ജനങ്ങൾക്ക് നിങ്ങൾ കട്ടോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ കട്ടോ, കുഴപ്പമില്ല, പക്ഷേ ജനങ്ങൾക്ക് കൊടുത്തിട്ടെടുക്കുക. അല്ലാണ്ട് വരുന്നത് മുഴുവൻ ഒന്നടങ്കം എടുത്ത് പോക്കറ്റിടല്ല വേണ്ടത്. ഒന്ന് പറഞ്ഞു പോയിന്ന് മാത്രം. നമ്മുടെ മാരാർ എവിടെ പോയി? റിസൾട്ട് അനൗൺസ് ചെയ്തു, മാരാർ പിന്നെ വഴിക്ക് കണ്ടിട്ടില്ല. മാരാർ എവിടെയാണെന്ന് അറിയണമെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. മാരാർ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു, ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവരും ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും, റിസൾട്ടൊക്കെ ആഘോഷിക്കും, ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. ഞങ്ങൾ ആശുപത്രിയിലാണ് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, ആശുപത്രിയിലേക്ക്. അപ്പൊ ആഘോഷിക്കേ. ആ കണ്ണീര് തുടച്ചിട്ട് പറ മാരാരെ. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മാരാർക്ക് തന്നെ അറിയാമായിരുന്നു മാരാർ തോക്കുന്നുള്ളത്. നാളെ വന്ന് മാരാർ പറയും, കാരണം നിലപാടുകൾ മാറ്റാൻ മാരാർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. നാളെ വന്ന് പറയും എന്നെ തോൽപ്പിച്ചത് എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ് എന്ന് വേണമെങ്കിലും പറയും. എന്നിട്ട് മറ്റന്നാൾ വേറൊരു പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതും കാണാം. അതൊന്നും മാരാർക്കൊരു പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മാരാറുടെ ഈ ഒരു പരാജയം ഉണ്ടല്ലോ, ഇതിൻ്റെ ഹാഷ്മി എങ്ങനെയാണ് പറയുന്നത് അതൊന്ന് കേട്ട് നോക്കാം. ഒറ്റ കാര്യമുണ്ട്, അതാകെ ഞാൻ ഉറപ്പ് ജയിക്കുന്ന പറഞ്ഞ ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാന്നറിയോ? അഖിൽ മാരാർ ജയിക്കുന്നു ഉറപ്പിച്ചു പറയുന്നത് ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ബാക്കി എല്ലാവർക്കും അറിയാൻ നോക്കുന്നു. പക്ഷെ അഖിൽ മാരാർ പറയുന്നത് മാത്രമല്ല PV ശ്രീനിജൻ അല്ല, അത് പിന്നീട് വേണമെങ്കിൽ ഒരു 0 കൂടി ആകാമെന്ന് പറഞ്ഞു അതിന്റെ അവസാനം. പിന്നെ ഇന്ന് ശരത്ചന്ദ്ര പ്രസാദ് വോട്ടിന് താൻ ജയിക്കുമെന്ന് പറഞ്ഞു. അഖിൽമാരാർ ലക്ഷക്കണക്കിന് വോട്ടിൽ ജയിക്കുന്നു പറയുക. അത് അവിടെ നിന്ന് ആർക്കും മനസ്സിലായില്ലേ ശരിക്കും അഖിൽമാരാറെ ട്രോൾ ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും മാരാർക്ക് ഒരു ഗുണം ഉണ്ടായത്, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ട് അങ്ങനെ കോൺട്രവേഴ്സികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞ് കോൺട്രവേഴ്സി ഉണ്ടായി. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് മാരാറെ ട്രോളാൻ വേണ്ടി ഒരു വിഷയം ഇതങ്ങോട്ട് ആയി കഴിഞ്ഞു. ഒരു 3-4 ദിവസത്തേക്കെങ്കിലും മാരാറുടെ പേരിലുള്ള ട്രോളുകൾ ഇങ്ങനെ നമുക്ക് കുറേ കാണാം. ശരിക്കും ഇന്ന് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സിൽ ഫുള്ള് വരുന്നത് മാരാറുടെ ഈ ഒരു അരുൺകുമാർ പറയുന്ന ആ ഒരു അവതരണം തന്നെയാണ്. വേറെ ഒന്നും കാണുന്നില്ല, കംപ്ലീറ്റ് അതിനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസണും അത് തന്നെയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം എന്നാൽ പിന്നെ നമുക്കും ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്, സമ്മതിക്കണം. ഇനി വേറൊരു മഹാൻ, ആ മഹാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര രസമാണ്. ആള് യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇങ്ങനെ പോലെ ആവണം. അൻവർ, കണ്ടു നോക്കാം. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. ഇന്ന് തോറ്റിട്ടുണ്ടേ. അന്നേരം ഒരു ബൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുവാണ്, ഞാൻ മൊട്ടയടിച്ച് നടക്കുന്നല്ലോ പറഞ്ഞത്, റിയാസ് മൊട്ടയടിക്കുന്നല്ലേ പറഞ്ഞത്. ഇങ്ങേര് തോറ്റതിന് എന്തിനാണ് റിയാസ് മൊട്ടയടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ. ഇനി എനിക്ക് ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായ ഒരു വീഡിയോ ഉണ്ട്. ഒരു രക്ഷയില്ല മക്കളെ, കണ്ടു നോക്ക്. பாண்டிச்சேரி எலெக்ஷன்ல அந்த எலெக்ஷன் டேல கிட்டத்தட்ட 90% மேல போலிங் ஆயிருக்குது. விட்டா 100% ஆயிருக்கும் போல் இருக்கு. அதே மாதிரி போலிங் நம்ம தமிழ்நாட்டுல நடக்குதா இல்லையான்னு பாருங்க. அதனால மக்களே, உங்க எல்லாரையும் கையெடுத்து கும்பிட்டு கேட்கிறேன், பூத்துக்கு போய் ஸ்டாலின் சார் கிட்ட இருந்து நம்ம தமிழ்நாட்டை காப்பாத்தி ஆகணும், நம்ம ஜனநாயகத்தை காப்பாத்தி ஆகணும். என்ன பிஸியா இருந்தாலும், என்ன வேலையா இருந்தாலும், என்ன வெளியூர்ல இருந்தாலும், எந்த பூத்துல உங்களுடைய ஓட்டு இருக்குதோ அங்க வந்து தயவு செஞ்சு நம்மளுடைய விசில் சின்னத்துக்கு உங்க ஓட்டு போடுங்க. தயவு செஞ்சு உங்க விஜய்க்கு ஒரு வாய்ப்பு கொடுங்க. இந்த நேரத்துல வெளிநாட்டில இருந்து பணம் செலவு பண்ணி ஃப்ளைட் டிக்கெட் புக் பண்ணி இங்க வந்து ஓட்டு போட வந்த நம்மளுடைய நண்பிகள் உங்கள் அனைவருக்கும் இந்த நேரத்தில் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். ഈ മനുഷ്യന്റെ കോൺഫിഡൻസ് ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സ്റ്റാലിന്റെ പാർട്ടി ഭരിക്കുന്നു, അവരുടെ ഒപ്പോസിഷൻ പാർട്ടി നിലവിൽ നിൽക്കുന്നുണ്ട്. ഈ 2 പാർട്ടിയെയും അടിച്ച് താഴെ ഇട്ടിട്ട് വെറും 2 വർഷം കൊണ്ട് ഇങ്ങേർക്ക് ഈ ലെവലിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ലീഡർ എന്ന് പറയേണ്ടി വരും. പറയാണ്ടിരിക്കാൻ വയ്യ. ആ മനുഷ്യന്റെ കോൺഫിഡൻസ് ലെവൽ വേറെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുവാണെങ്കിൽ അങ്ങേർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഇനിയും എത്രയോ സിനിമകൾ ചെയ്ത് കാശ് സമ്പാദിക്കാം. എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി? ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്. മുന്നോട്ട് പോകുമ്പോൾ അറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. തമിഴ്നാട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും അതിൻ്റെ ഫലം അവർ അനുഭവിക്കും.
ഈ മനുഷ്യനെ ജയിപ്പിച്ചതിനുള്ളൊരു ഫലം അവർക്ക് കിട്ടിയിരിക്കും. അധികാരമുള്ളവന് മാത്രമേ ഈ നാട്ടിൽ വിലയുള്ളൂ. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പല കാര്യങ്ങളും ഇടപെടാൻ പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു റിയാക്ഷൻ അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ അധികാരമില്ല, അതുകൊണ്ട് തന്നെ പലതിലും നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. എന്നാൽ അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടവർ അത് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇടപെട്ടിട്ട് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് കേട്ടിട്ട് അവരത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷൻ. അപ്പോൾ അധികാരമാണ് എല്ലാത്തിലും മേലെ. അതുള്ളവനെ ഈ നാട്ടിൽ വിലയുള്ളൂ. അധികാരമുണ്ടോ പറയുന്ന വാക്കിന് വാല്യൂ ഉണ്ടാവും. അധികാരമില്ലയോ നമ്മൾ എന്ത് കടന്ന് വായിട്ടലിച്ചാലും പേപ്പട്ടി കുറയ്ക്കും പോലെ ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ വിജയ് എന്ന് പറയുന്ന നടനല്ല ഇപ്പോൾ, ഇനി അടുത്ത മുഖ്യമന്ത്രിയാണ്. ആ മനുഷ്യന്റെ വാക്കുകൾക്ക് ഇനി വാല്യൂ ഉണ്ട്. ഇനി അങ്ങോട്ട് തമിഴ്നാടിന്റെ മറ്റൊരു മുഖമായിരിക്കും ലോകം കാണാൻ പോകുന്നത്. അങ്ങനെ കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാടല്ല, നമ്മുടെ സ്റ്റേറ്റ് അല്ല, എന്നാൽ പോലും ഒരു നല്ല ഭരണം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ജയിച്ചിരുന്ന UDF ആണ്. 102 104 മണ്ഡലങ്ങൾ പിടിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയുള്ളൊരു കാര്യം സീറ്റിന് വേണ്ടി കടിപിടി കൂടുമോ എന്നുള്ളതാണ്. അത് കൂടാതിരിക്കട്ടെ, എന്നിട്ട് നല്ല ഭരണം അവർക്കും കാഴ്ചവെക്കാൻ പറ്റട്ടെ. ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കട്ടെ, ജനങ്ങൾക്ക് ദ്രോഹങ്ങളൊന്നും ചെയ്യാതിരിക്കട്ടെ. നമ്മൾ 2 കൈ കൊണ്ട് കഷ്ടപ്പെട്ടാലേ നമ്മുടെ ഒരു കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അതിനി ആര് ഭരിച്ചാലും, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആര് ഭരിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ പറഞ്ഞ അണികൾ, തമ്മിലടിക്കുന്ന അണികൾ, ഇന്നലെ ഒരു വീഡിയോ കണ്ടു. VD സതീശനും സുരേഷ് ഗോപിയും റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടുമുട്ടി. അവർ സൗഹൃദ സംഭാഷണം നടത്തുകയാണ്. അതേസമയം 2 പാർട്ടിയിലുള്ള അണികൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാലോ തമ്മിൽ അടിയായിരിക്കും. ഇതാണ് വ്യത്യാസം. നേതാക്കന്മാരെന്നും സുഹൃത്തുക്കളായിരിക്കും, അണികൾ തമ്മിൽ കാണുമ്പോഴേക്കും കീരിയും പാമ്പുമാണ്. ഇതൊക്കെ മാറുന്നൊരു സമയം വരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിവേ, ഞാൻ ഈ ഒരു അഖിൽമാരാരുടെ സംഭവം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ രാഷ്ട്രീയം അങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ ഇത് ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, അഖിൽമാരാരുടെ വിഷയം ഇങ്ങനെ ആയതുകൊണ്ട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.